സംസ്ഥാനത്ത് ഇപ്പോൾ വലിയ ചൂടാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ചൂടിന്റെ പശ്ചാത്തലത്തിൽ സാധാരണക്കാരായ ആളുകൾക്കടക്കം കർശനമായ ചില നിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നിർജ്ജലീകരണത്തിനുള്ള സാധ്യത വളരെ കൂടുതൽ ആണ്. അതുകൊണ്ട് തന്നെ ജോലി ചെയ്യുന്ന ആളുകൾ ധാരാളം വെള്ളം കുടിക്കണം എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൊച്ചുകുട്ടികളെ ഉൾപ്പെടെ കൃത്യമായി പരിചരിക്കണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഒപ്പം ഉച്ചസമയത്ത് കഴിയുന്നത്ര വെയിൽ കൊള്ളാതിരിക്കുവാനുള്ള ശ്രദ്ധ പുലർത്തണം എന്ന നിർദ്ദേശമൊക്കെ ഇപ്പോൾ ആരോഗ്യവകുപ്പ് നൽകുന്ന പശ്ചാത്തലമുണ്ട്. അതേസമയം ഈ ചൂട് കനത്തതോടുകൂടി സംസ്ഥാനത്ത് ചെറുതും വലുതുമായ തീപിടുത്തങ്ങൾ വ്യാപകമാവുകയാണ്. തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഈയിടെ നിരവധി തീപിടുത്ത അപകടങ്ങൾ ആണ് ഉണ്ടായത്. ഇത്തരം അപകടങ്ങൾ വർദ്ധിക്കുവാൻ പ്രധാന കാരണം അശ്രദ്ധയാണ് എന്നും പൊതുജനം കൂടുതൽ ജാഗ്രത പാലിക്കണം എന്നുമാണ് അഗ്നിരക്ഷാസേനയുടെ അറിയിപ്പ്. കേരളത്തിൽ വേനൽക്കാലം ആരംഭിക്കുവാൻ കുറച്ച് മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. പക്ഷേ കഴിഞ്ഞ കുറച്ച് ആഴ്ചകളും മാസങ്ങളുമായി കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തീപിടിക്കുന്ന സംഭവങ്ങൾ വളരെ വ്യാപകമായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്ന തിരുവനന്തപുരം ജില്ലയിലെ ചാക്ക ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷനിൽ നിന്ന് മാത്രം കഴിഞ്ഞ 2 മാസങ്ങൾക്കിടെ 76 അഗ്നിബാധ കോളുകളാണ് എത്തിയിരിക്കുന്നത്. അതിൽ ചെറുതും വലുതുമായിട്ടുള്ള സംഭവങ്ങളുണ്ട്. പക്ഷേ അതിൽ ഭൂരിഭാഗവും ജനങ്ങളുടെ അശ്രദ്ധ മൂലമുണ്ടാകുന്ന അപകടങ്ങളുമാണ്. തലസ്ഥാന നഗരത്തിന്റെ പ്രധാന തലവേദനയായ മാലിന്യ സംസ്കരണത്തിലെ അപാകതകൾ തീപിടുത്ത അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. എളുപ്പത്തിൽ മാലിന്യം ഒഴിവാക്കാനായി മനഃപൂർവ്വം തീയിടുകയും ഇത് അപകടത്തിന് കാരണമായ നിരവധി സംഭവങ്ങൾ തലസ്ഥാനത്തുണ്ടായിട്ടുണ്ട്. മാലിന്യ കൂമ്പാരങ്ങൾക്ക് തീയിടുന്നത് വലിയ അപകടങ്ങൾക്ക് എളുപ്പത്തിൽ വഴിവെക്കും. ഈ ഒരു സമയത്ത് നമ്മുടെ ഈ പറമ്പിലൊക്കെ ഒത്തിരി പുല്ലും കാടൊക്കെ പിടിച്ച് കിടപ്പുണ്ട്. അപ്പോൾ പലരും അത് വൃത്തിയാക്കി കത്തിക്കാറാണ് പതിവ്. അപ്പോൾ അത് കത്തിക്കുന്ന സമയത്ത് മതിയായ ഒരു സുരക്ഷ അത് നമ്മൾ എപ്പോഴും സ്വീകരിച്ചിരിക്കണം. അത് നമ്മുടെ കൺട്രോളിലായിരിക്കണം അത് ചെയ്യുന്നത്. അപ്പോൾ അതിനു വേണ്ടി നമ്മളെപ്പോഴും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ധരിക്കുന്ന ഡ്രസ്സ് മുതൽ ഇൻ കേസ് ആ ഒരു നമ്മളെ കൺട്രോൾ വിട്ട് അത് സമീപത്തോട് പടരുകയാണെങ്കിൽ എന്ത് ചെയ്യണം, അതിനായിട്ടുള്ള തീ അണയ്ക്കുന്നതിന് വേണ്ടിയുള്ള വെള്ളം, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ കരുതിയിരിക്കണം. കഴക്കൂട്ടത്ത് 2 തവണയായി ഈയിടെ അടിക്കാടുകൾക്ക് തീ പിടിച്ചിരുന്നു. അഗ്നിരക്ഷാസേന ഒരുപാട് പണിപ്പെട്ടാണ് തീ അണച്ചത്. കാട് മൂടിക്കിടക്കുന്ന വിശാലമായ സ്ഥലങ്ങൾ എളുപ്പത്തിൽ വൃത്തിയാക്കാൻ വേണ്ടിയും ചിലർ കാടുകൾക്ക് തീയിടാറുണ്ട്. പകൽ സമയങ്ങളിൽ കനത്ത ചൂടായതുകൊണ്ട് തീ പെട്ടെന്ന് മറ്റുള്ള ഭാഗങ്ങളിലേക്ക് പടർന്നു പിടിക്കും. ഈ സമയത്തൊക്കെ തന്നെ പല സ്ഥലങ്ങളിലായിട്ട് വേസ്റ്റ് ഡംപ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സ്ഥലങ്ങളിൽ എങ്ങനെയാണെന്ന് അറിയില്ല, പലപ്പോഴും അതിൻ്റെ സമീപത്തായിട്ട് ഒരു അഗ്നിബാധ ഉണ്ടാവാറുണ്ട്. അത് തൊട്ടടുത്തായിട്ട് കിടക്കുന്ന ഈ ഒരു വലിയ രീതിക്ക് മാലിന്യം സൂക്ഷിച്ചിട്ടുള്ള സ്ഥലത്തോട്ട് അത് സ്പ്രെഡ് ആവാറാണ് പതിവ്. പറമ്പുകളിലെ കരിയിലകൾ കൂട്ടിയിട്ട് കത്തിക്കുന്നതിൽ വരെ നല്ല ശ്രദ്ധയുണ്ടാകണം. തീ നിയന്ത്രണ വിധേയമാകാൻ അഗ്നിരക്ഷാസേനയെ വിവരമറിയിക്കുന്നതിലും ശ്രദ്ധ അനിവാര്യമാണ്. അവർക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജ് ക്ലിയർ ആയിരിക്കുക. ഏത് വാഹനം അങ്ങോട്ട് കടന്നെത്തും. ചിലപ്പോൾ നമുക്ക് മെസ്സേജ് കിട്ടുന്നത് വലിയൊരു ഈ ഒരു കാട്ടിന് ഫയർ ആയിരിക്കും, ഇല്ലെങ്കിൽ വലിയൊരു പറമ്പിന്